മാസപ്പടി കേസിലേക്ക് എത്തുമ്പോൾ SFIOയുടെ അന്വേഷണം ചോദ്യം ചെയ്തുള്ള KSIDC ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. നേരത്തെ ഹർജി പരിഗണിക്കവേ KSIDCയോട് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനം അല്ലേയെന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടതെന്നും ആയിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദ്യം ഉന്നയിച്ചത്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. നവമി, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇന്ന് മറുപടി ഉണ്ടാകുമോ? ഈ കേസ് കോടതിയിലേക്ക് വരുമ്പോൾ അന്വേഷണത്തെ നേരിടുന്നതല്ലേ നല്ലത് എന്നായിരുന്നു കോടതി ചോദിച്ചിരുന്നത്. അശ്വതി, കഴിഞ്ഞ 2 തവണ ഈ കേസിന്റെ ഹർജി പരിഗണിക്കുമ്പോഴും ഹൈക്കോടതി ഒരേ കാര്യം തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും ധൃതിപ്പെട്ട് ഈ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? കാരണം എന്തെങ്കിലും തെറ്റ് ചെയ്തവർക്കല്ലേ ഇത്തരത്തിലുള്ള ഒരു ടെൻഷനുള്ളൂ. പിന്നെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം കൃത്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിലൊരു പേടിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തെ എന്തിനാണ് പേടിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ, അതായത് ഈ പണമിടപാടുകളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള പണമിടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? അനധികൃതമായ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടോ? എങ്കിൽ മാത്രമല്ലേ ഈ ഒരു അന്വേഷണത്തെ പേടിക്കേണ്ടതുള്ളൂ എന്ന് കഴിഞ്ഞ 2 തവണയും ആവർത്തിച്ച് തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചത്. അപ്പോഴൊക്കെ KSIDC പറഞ്ഞത് തങ്ങൾക്ക് ഇനിയും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്, കുറച്ച് തെളിവുകൾ ഹാജരാക്കാനുണ്ട്, കുറച്ച് പേപ്പറുകൾ കോടതിയിൽ സമർപ്പിക്കാനുണ്ട് എന്ന തരത്തിലായിരുന്നു. അതൊക്കെ വീണ്ടും കോടതി ഇനി എന്താണ് തങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത് എന്നുള്ളത് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഈ ഒരു അന്വേഷണം വേണ്ട, ഈ ഒരു അന്വേഷണം റദ്ദാക്കണമെന്നൊരു ആവശ്യം മാത്രമാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ കേസ് കോടതി പരിഗണിച്ചപ്പോൾ കോടതി പ്രധാനമായും ചോദിച്ചത് പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ, അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? അതോടൊപ്പം തന്നെ KSIDC നോമിനിക്ക് CMRL കമ്പനിയിൽ നടന്നത് അറിയില്ല എന്നും ഇത് യുക്തിരഹിതമായി തോന്നുന്നില്ല എന്നും കോടതി പറയുകയും ചെയ്തു. CMRLലെ സംശയകരമായ ഇടപാടുകൾ സംബന്ധിച്ച് KSIDC ജാഗ്രത പുലർത്തിയില്ല എന്നുള്ളൊരു കാര്യം കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിധി പറയുക എന്നാണ് നോക്കിക്കാണുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇന്ന് ഹർജി കേൾക്കുന്നത്. നവമി, ഈ മുൻകൂട്ടി അറിയിക്കാതെയാണ് സ്ഥാപനത്തിൽ അന്വേഷണം നടത്തിയത്, രാഷ്ട്രീയ പ്രേരിതമാണ്, അതുകൊണ്ട് അന്വേഷണം വേണ്ട എന്നുള്ളതാണ് KSIDC പറയുന്നത്. അത് വിലപ്പോകില്ല എന്ന് വേണം നമുക്ക് കരുതാൻ, അല്ലേ? തീർച്ചയായും അശ്വതി, കഴിഞ്ഞ തവണകളിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇതുതന്നെയാണ്. തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഒരു അന്വേഷണം വരട്ടെ, അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? ആ അന്വേഷണത്തോട് നീതി പുലർത്തുകയല്ലേ വേണ്ടത്? അവരാവശ്യപ്പെടുന്ന പേപ്പറുകളെല്ലാം ഹാജരാക്കൂ. അതിൽ മറ്റ് ഇടപാടുകളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അന്വേഷണത്തെ ഭയക്കുന്നു? അത്തരത്തിൽ ഭയപ്പെടാനൊന്നുമില്ലാതെ ഈ അന്വേഷണത്തെ നേരിട്ടാൽ മാത്രമല്ലേ പിന്നീടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സംശയാസ്പദകരമായിട്ടുള്ള സാഹചര്യത്തിൽ SFIക്ക് എതിരെയുള്ള ഒരു ആരോപണം ഉണ്ടായാൽ അന്ന് നമുക്ക് ഇത് പരിഗണിക്കാമെന്നൊക്കെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ 2 തവണയും ഉന്നയിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഈ ഹർജിയുമായി KSIDC കോടതിയെ സമീപിക്കുമ്പോൾ ഇനി എന്തായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അല്ലെങ്കിൽ ഏതെങ്കിലും നിരീക്ഷണം ഏത് തരത്തിലായിരിക്കുമെന്നാണ് ഇന്ന് അറിയേണ്ടത്. എന്തായാലും ഇന്ന് കൂടി ഹർജി വീണ്ടും പരിഗണിക്കുകയാണ്. തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു ഹർജി, അത് അന്ന് SFIയുടെ അന്വേഷണ സംഘം ഓഫീസിലൊക്കെ ഒരു പരിശോധന നടത്തുന്ന സമയത്തായിരുന്നു അടിയന്തരമായിട്ടുള്ള ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തുകൊണ്ടാണ് ഇത്രയും ധൃതിപ്പെട്ട് ഇങ്ങനെ ഒരു അന്വേഷണം റദ്ദാക്കണമെന്നൊരു ആവശ്യവുമായി എത്തുന്നതെന്ന് അന്ന് തന്നെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇനിയും എന്തൊക്കെ തെളിവുകളാണ് KSIDC ഇന്ന് കോടതിയിൽ ഹാജരാകുക എന്നാണ് നോക്കേണ്ടത്. ശരി.